നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീയും രാധയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടില്ല. അത് പക്ഷേ അപകടം പിടിച്ച ഒരു കാര്യമാണെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. അതിന്റെ ഭവിഷ്യത്തുകൾ ചിലപ്പോ ഗുരുതരമായിരിക്കും. നമ്മുടെ കയ്യിൽ നിൽക്കില്ല അത്. ഏയ് ഒന്നുമില്ലമ്മേ, ഇതൊക്കെ അമ്മയുടെ വെറും തോന്നലുകളാ. സുഭദ്രയെ രാധയുടെ രൂപത്തിൽ വളർത്തിയെടുത്തത് തന്നെ എനിക്ക് വേണ്ടി തന്നെയാ. പിന്നെ ഞാൻ എന്തിനാ വിവാഹം വേണ്ടാന്ന് വെക്കുന്നത്? ശരി, നിനക്ക് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. തൃപ്പങ്ങോട്ട് അമ്പലത്തിലെ തിരുമേനിയെ ഇങ്ങോട്ട് വരുത്താം. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഈ കല്യാണം കൊണ്ട് ദോഷങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രം നമുക്കത് നടത്താൻ ഇറങ്ങാം. എന്താ, അതുപോരെ? അയ്യേ, അയാള് മഹാകള്ളനാണമ്മേ, കള്ള പൂജാരി. മുമ്പ് പൂജയ്ക്കുള്ള കുറി തന്നിട്ട് പൂജയ്ക്ക് വരാത്ത മഹാകള്ളനായാള്. അമ്മേ, അമ്മയുടെ മനസ്സിൽ എന്താ ഈ ഭയത്തിന് കാരണം? അതാദ്യം എന്നോട് പറ. പൂജാരി ഒന്നും വേണ്ട, ഞാൻ തന്നെ മതി അതിന് പരിഹാരം കാണാൻ. അല്ല, അത് പിന്നെ സ്വന്തം അനിയത്തി രാധയെ വിവാഹം കഴിക്കാനുള്ള നിന്റെ ഈ തീരുമാനം നീ തന്നെ കൊന്നു തള്ളിയ സുഭദ്രയുടെ പ്രേതാത്മാവ് അനുവദിച്ചു തരുമെന്ന് നീ കരുതുന്നുണ്ടോ? അയ്യോ 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 അയ്യോ, എന്റെ അമ്മേ, അവൾ എന്നോ ശൂന്യതയിൽ ലയിച്ചു കഴിഞ്ഞതാ. ഈ ലോകത്തോ പരലോകത്തോ ആ പ്രേതാത്മാവ് ഇപ്പൊ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അവളെ കണക്കാക്കുന്നില്ല ഞാനിപ്പോ. ഈ കല്യാണ കാര്യത്തിൽ ഞാൻ എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അത് നടപ്പാക്കും. ഞാൻ നടപ്പാക്കിയിരിക്കും, ഉറപ്പാ. ശരി, ഇക്കാര്യത്തിൽ നിനക്കത്ര നിർബന്ധമാണെങ്കിൽ എനിക്ക് നിന്നോടൊപ്പം തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. നീയും ഞാനും രണ്ടു വഴിക്ക് ചിന്തിക്കുന്നവരാ. നിനക്കൊപ്പം ഇനി ഞാൻ ഉണ്ടാവില്ല. നീ ഈ കല്യാണ തീരുമാനം മാറ്റാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഈ വീട് വിട്ടു പോവാ. ഉറപ്പാണോ അമ്മയ്ക്ക്? ഉറപ്പാണ്. ഇപ്പൊ ഈ നിമിഷം അമ്മയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവിടാം. ഇനി മേലാൽ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്ന എന്റെ ഭാര്യ രാധയെ ഡിസ്റ്റർബ് ചെയ്യാൻ ഇങ്ങോട്ട് മടങ്ങി വരരുത്. കേറാത്ത സമയം കളയണ്ട. നീ കാണിക്കുന്ന മാതൃനിന്ദയാ. അച്ഛനെയും അമ്മയെയും നിന്ദിച്ചാലുള്ള ഫലം എന്താണെന്ന് അറിയൂ നിനക്ക്? സോറി ഭവാനി അമ്മേ, ഇതിന്റെ പേരിൽ എന്ത് ഫലം ഉണ്ടായാലും അത് ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല. അമ്മയ്ക്ക് പോവാം, നിൽക്കാം, ശപിക്കാം, പ്രാർത്ഥിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അമ്മ എന്ത് തീരുമാനിച്ചാലും ഒന്ന് മനസ്സിലാക്കിക്കോ, ആരൊക്കെ തടുത്താലും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ആരൊക്കെ വഴിമുടക്കി കുറുകെ നിന്നാലും ശരി, രാധ ഈ മേഘനാഥന്റെ വധുവായി മാറും. ഞാൻ പൊന്നുരുക്കി പണിയിച്ചെടുക്കുന്ന താലിയണിഞ്ഞ് അവൾ എന്റെ ജീവിതത്തിലേക്ക് വരും. അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയ സുഭദ്രയുമൊത്തുള്ള ജീവിതം ഞാൻ രാധയിലൂടെ വീണ്ടെടുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.